വാട്സപ്പ് കൊച്ചുകളുടെ അടുത്ത വീട്ടിലേക്ക് കേൾക്കാം. അത് നമ്മളിന്നൊരു എൻ്റെ ഒരു വേൾഡിൻ്റെ റിവ്യൂലാണ് ഞാൻ പോകുന്നത്. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയത് സർവൈവലിലാണ്. അധികം ഞാൻ ചെയ്യൽ ക്രിയേറ്റീവിലാണ്, ബട്ട് ഇതെല്ലാം ഞാൻ സർവൈവലിലാണ് ഉണ്ടാക്കിയത്. കാരണം എൻ്റെ അടുത്ത് ഈ വീടും ഈ സ്റ്റോണിൻ്റെ ഇതെല്ലാം ഉണ്ടാക്കാൻ പറ്റിയത് കാരണം എൻ്റെ അടുത്ത് ഒരു ലോഡ് സ്റ്റോൺ നടക്കണ്ടായിരുന്നു. കുറേ സ്റ്റാക്കായിട്ട് സ്റ്റോൺ നടക്കണ്ടായിരുന്നു. അപ്പോൾ അത് വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചാൽ ഞാൻ ഒരു ബേസ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ബെഡ് വെച്ചിട്ടുണ്ട്, കുറച്ച് ഹേബിൾ വെച്ചിട്ടുണ്ട്, 2 ഫർണേഴ്സ് വെച്ചിട്ടുണ്ട്, ഒരു ചെസ്റ്റും വെച്ചിട്ടുണ്ട്. ചെസ്റ്റിനകത്ത് കുറച്ച് ഫുഡും കുറച്ച് സാധനങ്ങളൊക്കെയാണ്. പിന്നെ എനിക്ക് ഇത് സ്റ്റോണിൻ്റെ സ്ഥലമുണ്ട് നിറയെ. ഈ ഒരു അധികമൊക്കെ അറിയുണ്ടാവും. ഈ സ്റ്റോണുള്ള ടൈപ്പ് സ്ഥലത്താണെങ്കിൽ എന്തായാലും അയറന് ഗോൾഡ് എല്ലാം കിട്ടും. അപ്പം ഞാൻ ഈ ഒരു ഇത് ബിൽഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ സ്റ്റോണിൻ്റെ സ്ഥലത്താണ്. അപ്പോൾ സ്റ്റോണിൻ്റെ സ്ഥലമുണ്ട്. എനിക്ക് എന്തായാലും ഉറപ്പാണ് ഇവിടെ എന്തായാലും അയറൻ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇവിടെ കുഴിച്ച് പോയതാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാക്കോളം അയരൻ തന്നെ കിട്ടിയിട്ടുണ്ട്. കുറേ അയരൻ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഒറ്റ സ്റ്റാക്ക് അയരൻ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതെല്ലാം കുഴിച്ച് പോകുമ്പോഴത്തേക്ക് എനിക്ക് കുറേ കോബിൾ സ്റ്റോൺ കിട്ടിയതുകൊണ്ട് അതെല്ലാം കൊണ്ട് ഞാൻ ഇങ്ങനെയാക്കി. പിന്നെ ഇതുപോലത്തെ സ്ഥലത്തിന് കോലുണ്ടാവും. ഒരു മോർ ദാൻ 2 സ്റ്റാക്ക് കോലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ടോർച്ചെല്ലാം വെച്ച്. അപ്പോൾ ഇനിയിപ്പോൾ രാത്രി നല്ല ലൈറ്റൊക്കെ ആയിരിക്കും. അപ്പം അതുമാത്രമല്ല നമ്മളൊരു കാര്യം കൂടി ഉണ്ട്. നമ്മളെ വീട് ഇവിടെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഈ ഒരു സ്ഥലത്തായിരുന്നു നമ്മളെ വീട് ആദ്യം ഉണ്ടായിരുന്നത്. ബട്ട് ഇപ്പം ഞാൻ ആ ഒരു വീട് അവിടെ മാറ്റിയതാണ്. കാരണം രാത്രി ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലൊരു കേവ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കേവിൻ്റെ കാരണം രാത്രി ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഉറങ്ങാൻ പറ്റാത്ത കാരണം എനിക്ക് അത് മോൺസ്റ്റേഴ്സ് ആർ നിയർ ബൈ എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പം എനിക്ക് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. അപ്പം ഞാനിപ്പോൾ അതെടുത്ത് അവിടുന്ന് ഫുള്ള് ആ കല്ലോടെ എല്ലാം പൊളിച്ചെടുത്ത്, വീട് ഫുള്ള് പൊളിച്ചെടുത്ത്. ഇപ്പോൾ അവിടെ ഒന്നുമില്ല, അതെല്ലാം പൊളിച്ചെടുത്തു. അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വെച്ചതാണ്. അപ്പോൾ ആദ്യം ഞാൻ ഒരു ഡേർട്ടിൻ്റെ വോളായിരുന്നു ഉണ്ടാക്കിയത്. കാരണം എനിക്കൊരു ഐഡിയ വേണമായിരുന്നു ഇത് എത്ര വലുപ്പത്തിലാണ് ഈ വോള് വേണ്ടതെന്ന്. അപ്പം അതിങ്ങനെ ഉണ്ടാക്കിയത്. പിന്നെ ഈ മുകളിലോട്ടേക്കുള്ള ഇതൊന്നും ആദ്യം ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഓരോന്ന് വെച്ച് ചെയ്തതാണ്. എന്താടാ സൗണ്ട്? ഓക്കെ, അതൊക്കെ ഓരോന്ന് വെച്ച് ചെയ്തായിരുന്നു. ഇപ്പം നമുക്കൊരു സേഫ് ഏരിയ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിൽ കൂടി ആരും വരത്തില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ കേവും ഇല്ല. ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ നമുക്ക് ഇൻഫിനൈറ്റ് ഫുഡ് സോഴ്സ് ഉണ്ട്, ഇൻഫിനൈറ്റ് വാട്ടർ സോഴ്സ് ഉണ്ട്. ഇതിന് ഉപയോഗിച്ച വെള്ളവും ഇൻഫിനൈറ്റ് വാട്ടർ തന്നെയാണ്. അപ്പം അഥവാ നമുക്കിപ്പം ഇവിടെ ഫുഡ് തീർന്നിട്ടുണ്ട്. ഇതിനെ ഫുഡ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് ഇതിലൊക്കെ ഫുഡ്. അതുമാത്രമല്ല ഞാൻ കുറേ കെൽപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ കെൽപ്പെല്ലാം ഞാനിവിടെ ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ കെൽപ്പ് ബ്ലോക്സ് ഉണ്ട്. അതിൻ്റെ കണ്ടോ ഇവിടെ എൻ്റെ അടുത്ത് ഇപ്പം തന്നെ 1 2 3 4 സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ ഉണ്ട്. ബാക്കി ഇവിടെ 19 സ്റ്റോൺ കിടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗോൾഡിൻ കട്ടാണ്. അതിവിടെ കുറച്ച് സോംബീസിനെല്ലാം കൊണ്ടുവരും. ഫുൾ ഗോൾഡൻ ആർമറൊക്കെ ഉള്ള സോംബീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ടുവരാൻ എനിക്ക് ചെസ്റ്റ് പ്ലേറ്റ് എല്ലാം കിട്ടി. അതെല്ലാം ഞാൻ സ്മെൽറ്റ് ചെയ്ത് ഗോൾഡൻ നഗറ്റ് ആക്കി. അപ്പോൾ ആ ഗോൾഡൻ നഗറ്റ് എല്ലാം കൂടി ഞാൻ ഇങ്കട്ട് ആക്കിയിട്ടുണ്ട്. 9 ഇങ്കട്ട് ഗോൾഡൻ നഗറ്റ് ഉണ്ടായിരുന്നു. ബാക്കി ഇതും എനിക്ക് അത് തന്നെയാണ് കിട്ടിയ പ്രൊട്ടക്ഷനും റെസ്പിറേഷനും ഉള്ള ഒരു ഹെൽമെറ്റ്. പക്ഷേ ഇപ്പോൾ ഒന്നും ചെയ്തില്ല അതിനെ. ബാക്കി ഇവിടെ ഫുഡും കുറേ ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഒരു മോർ ദാൻ ഒരു 1 മന്തിലേക്കുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അഥവാ ഇനിയിപ്പോൾ ഒരു ഡേഞ്ചർ വരികയാണെങ്കിലും അത് നമുക്ക് കുഴപ്പമില്ല. ബട്ട് നമ്മുടെ പണി ഇപ്പോഴും കഴിഞ്ഞില്ല. ഞാൻ ഈ ഒരു സാധനം ഇവിടെ 10 ബ്ലോക്ക് താഴെയാണ് നമ്മളെ ബേസ്മെൻറ്റ് ഉണ്ടാക്കിയേക്കണേ. അപ്പോൾ 10 ബ്ലോക്ക് താഴെ ഉണ്ടാക്കിയതുകൊണ്ട് എന്താ വെച്ചാൽ, കാരണം അഥവാ നമ്മളെ വീടിൻ്റെ ഡോർ പൊളിച്ചിട്ട് അവിടെ കയറാൻ സാധ്യതയുണ്ട്. സോംബീസ് അധികം കാണലുണ്ട്. ഞാൻ ഒരു ലെതറിൻ്റെ ആർമർ ഇങ്ങനെ ഊരി വെക്കായിരുന്നു. അപ്പം എനിക്ക് സൗണ്ട് കേട്ട് എന്താണെന്ന് മനസ്സിലായില്ല. ബാക്കിൽ നോക്കിയാലും ആ ഡോറെല്ലാം പൊളിച്ച് സോംബീസ് അറിയാം അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. സോംബീസും സ്കെൽട്ടനൊക്കെ ഇതെല്ലാം പൊളിച്ച് അകത്തേക്ക് കയറാൻ സാധ്യതയുണ്ട്. ഓക്ക് ഡോറല്ലേ, ഓക്ക് ഡോറും പിന്നെ അതുപോലത്തെ ഏത് ഡോറാണെങ്കിൽ കയറും. മറ്റേ അയറൺ ഡോർ മാത്രമേ അത് പറ്റാത്തുള്ളൂ. ഇപ്പം എന്താ വെച്ചാൽ നമ്മളെ അടുത്ത് ഒരു ഫുൾ അയറൺ ആർമർ സെറ്റ് ഉണ്ട്. പിന്നെ ഇനഫ് അയറൻ്റെ 31 അയറൺ എന്നും ബാക്കിയുണ്ട്. കുറച്ച് അയറൺ നഗറ്റ്സും ബാക്കിയുണ്ട്. അത് വെച്ചാൽ ലാൻഡേൺ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ടോർച്ച് ഒരു ലുക്കില്ല നമ്മളെ വീടിൻ്റെ അകത്ത് കാണാനായിട്ട്. അപ്പോൾ ഒരു ലാൻഡേൺ ഉണ്ടാക്കാനാണ് എൻ്റെ ഐഡിയ. പിന്നെ ബാക്കി ഇവിടെ എല്ലാം ഞാൻ 2 ആക്കി വെച്ചേക്കാണ്. ഇച്ചിരി ലക്ഷറിയസ് ആവണമെന്ന് വെച്ചിട്ട് ഇത് 2 ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളെ 2 സ്മോക്കർ വെച്ചിട്ടുണ്ട്, 2 ഫർണേഴ്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഗ്ലാസ് 2 ഇത് കുറവായിരുന്നു. ഒരു ബ്ലോക്ക് താഴെയായിരുന്നു ഇതിൻ്റെ സീലിങ്. ഇപ്പം ഞാൻ ഫുള്ള് ഇവിടെ ഇതുണ്ടോ നിറയെ സ്ലാബ് വെച്ചിട്ടുണ്ട്. ഇത് ബ്ലോക്കാണ്, ഇത് സ്ലാബാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ഇന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു എൻ്റെ ഫുള്ള് ലാൻഡേണിലേക്ക് കൺവേർട്ട് ചെയ്യാം നമ്മളെ വീട്ടിൽ. ഇത് ടോർച്ച് പറ്റത്തില്ല. അപ്പം നമ്മൾ ഇന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളാക്കാമെന്ന് വെച്ച്. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റാത്ത കുറച്ചൊക്കെ ഇതിനുള്ള റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് റിവീൽ ചെയ്യാൻ്റെ, അതുകൊണ്ട് അതെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടത് ഇച്ചിരി അയറൺ നഗറ്റും അയറൺ ഇങ്കട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുക. ക്രാഫ്റ്റിംഗ് ടേബിൾ പോയിട്ട് ആദ്യം അയറൺ നഗറ്റ് ഇവിടെ വെക്കുക.
അപ്പം ഇത് 13 22 ഉണ്ട്. 22 ഉള്ളത് ഇനി ലാൻഡേൺ ഉണ്ടാക്കണം നമ്മൾ. ഇത് ലാൻഡേൺ 2 പറ്റത്തുള്ളൂ. ഓ അയൺ നഗറ്റ് കുറവായിരിക്കും. 15 എണ്ണ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി കാര്യം ചെയ്ത് നമ്മൾ അയൺ ഇങ്കട്ട് വെറുതെ ഈ ഒരു സ്പേസ് പോക്കുന്നുണ്ട്, നമ്മൾ സ്ലോട്ട് പോക്കുന്നുണ്ട് ചെസ്റ്റിലേക്കുള്ള. അപ്പം നമുക്കിതെല്ലാം അങ്ങോട്ട് ഇതാക്കി വെക്കാം, ഇത് നഗറ്റ് ആക്കി വെക്കാം. അതാകുമ്പം അല്ലടാ ഞാൻ പറഞ്ഞത് തെറ്റി. ഓക്കെ, സീനില്ല, എന്തായാലും നിങ്ങോട്ടെ ഒരു സീനില്ല. അപ്പോൾ നമുക്കെന്തായാലും എടാ ലാൻഡേൺ വെക്കാൻ പറ്റുന്നില്ലല്ലോ. എടാ ലാൻഡേൺ വെക്കാൻ പറ്റുന്നില്ല. ഓ മാൻ, ഞാൻ ഇപ്പോൾ മനസ്സിലായി നമുക്കത് വെക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വീടിൻ്റെ സീലിംഗ് പൊളിച്ച് ഫുൾ ഇത് ബ്ലോക്കാണോ ഇതാണോ എനിക്കറിയത്തില്ല. അപ്പോൾ രാത്രി തന്നെ നമ്മൾ പണിയെടുക്കും, സീനില്ല. ബാക്കി നമുക്കിപ്പം ഇതല്ല, നമുക്ക് ഇവിടെ ഇതെല്ലാം വെച്ച് മുകളിലോട്ടേക്കൊന്ന് കയറണം വീടിൻ്റെ. ഇത് ബ്ലോക്കല്ലേടാ, ബ്ലോക്ക് ആണോന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതെല്ലാം സ്ലാബാടാ. അപ്പം ഞാനിപ്പോൾ എന്താണ് ഒരു ബ്ലോക്കും കൂടി കയറ്റണം മുകളിലോട്ടേക്ക്. അതിന് സ്ലാബ് യൂസ് ചെയ്യാം ഒരു ബ്ലോക്കും കൂടി കയറ്റാനായിട്ട്. ഓ എനിക്കൊരു സൈഡ് ഇങ്ങനെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത്. ഞാൻ തെറ്റുന്ന സൈഡ് ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും. ഒക്കെ ഒരു സീൻ ഉണ്ട്. അപ്പം നമുക്കതെങ്കിലും ഓ മാൻ ബെഡിൽ കൊണ്ടുകൊണ്ട് ഡാമേജ് ഉണ്ടായില്ല. താഴെ ഒന്നും വീണില്ലല്ലോ. ഓ താഴെ ഉണ്ടോ ഒരെണ്ണം. താഴെ ഇറങ്ങി നമുക്കിതെടുക്കാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ പ്ലാന്. കുറച്ചുണ്ടായിരുന്നു, ഇതൊക്കെ മാറ്റണം. എന്തായാലും ഇപ്പോൾ രാത്രി ശരിക്കൊന്ന് കടന്നുറങ്ങാം. രാത്രി നമ്മളെന്തായാലും പണിയുന്നില്ല, കാരണം രാത്രി പറയാൻ പറ്റത്തില്ല, ഇവിടെയും നമ്മളിവിടെ ഇരുട്ട് തന്നെയല്ലേ. ഓക്കെ, അപ്പം ഇത് നമ്മൾ ബട്ടൺ ഇവിടെ വെച്ചിട്ടുണ്ട്. പ്രഷർ പ്ലേറ്റ് വെക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നോക്കണം, നമുക്കിപ്പം ഓക്കിൻ്റെ പ്രഷർ പ്ലേറ്റ് ഉണ്ടാക്കി വെക്കാം. അതാകുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ കയറുമ്പോൾ ഡോറ് തുറക്കും, പിന്നെ ഓട്ടോമാറ്റിക്കലി ആയി ഡോറ് കൊടുക്കും. അപ്പോൾ അതിനായിട്ടാണ് തന്നെ ഞാനിപ്പം തന്നെ കുറച്ച് സ്ലാബ് ബ്ലോക്ക് കൂട്ടാം. അതാണ്. അപ്പോൾ നമുക്കതെല്ലാം പ്ലാൻ ഇട്ടിട്ട് ഒരു ബ്ലോക്ക് കൂട്ടണം നമ്മളെ വീട്. ബാക്കി സ്ലാബെല്ലാം പൊട്ടിക്കണം നമുക്ക്. ഒരു ബ്ലോക്ക് മുകളിലോട്ടേക്ക് എഴുതിയിട്ട് ഫുൾ ബ്ലോക്ക് വെക്കണം. സ്ലാബ് ഫുള്ള് പൊട്ടിക്കളയാ. സ്ലാബ് എന്നാ വേണ്ട, ഇത് പറ്റത്തില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് ഇത് ക്രാഫ്റ്റ് മാൻ തന്നെയാണ്. ആരും മൈൻഡ് ക്രാഫ്റ്റാന്ന് വിചാരിച്ചിട്ടുണ്ട്, ഇത് ക്രാഫ്റ്റ് മാൻ തന്നെയാണ്. ബാക്കി ഓ മാൻ പന്ന ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. സീനില്ല, നമുക്കൊന്നും കൂടി മുകളിലോട്ടേക്ക് കയറാം. ബാക്കി ഇവിടെ നമ്മൾ കോബിൾസ്റ്റോൺ കൂടുതൽ എടുക്കുന്നുണ്ട്. ഈ ഈ ഒരു സ്ഥലത്ത് എന്തായാലും എനിക്ക് ഉറപ്പായിരുന്നു അയറൺ ഉണ്ടാവുന്നു. അതേപോലെ തന്നെ വിചാരിച്ച തന്നെ ഞാൻ എന്തായാലും തോറ്റില്ല. ബട്ട് ഇപ്പം എന്തായാലും ഒരു അയറൺ എനിക്ക് കിട്ടാനില്ല. ഞാൻ ഇന്ന് വരെ ഇന്നലെ വരെ ഞാൻ മൈൻഡ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു, മൈൻഡ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു അയറണും കിട്ടിയില്ല. ബാക്കി ഇപ്പം നമ്മളെ പണി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പൊട്ടിക്കലാണ്. ടോർച്ചും പൊട്ടിച്ചെടുക്കേണ്ടി വരും തോന്നല്ലോ. ആ ടോർച്ച് പൊട്ടിക്കേണ്ടി വരും മിക്കവാറും. ഇതാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ എല്ലാം പൊട്ടിച്ചെടുക്കാം. അപ്പോൾ പിന്നെ ടോർച്ചും അങ്ങ് എടുത്തോളാം. നമ്മളെന്തായാലും ഒരു ബ്ലോക്ക് കൂട്ടാൻ പോലെ. എന്തായാലും ഈ ഒരു ടോർച്ചിന് ഇപ്പോൾ ഒരു പ്രോബ്ലം വേണ്ട, നമുക്ക് എന്നും വെക്കാം. ഞാൻ എന്താ വെച്ചാൽ വീടിന് ഇച്ചിരി ലൈറ്റ് ആയോടെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ഫാമിൽ ഞാൻ എന്തായാലും ഇപ്പോൾ എല്ലാ ലൈറ്റേ പൊട്ടിക്കണുള്ളൂ. നമ്മളെന്തായാലും ഇതിന് വേറെ തന്നെ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. ഇത് ജസ്റ്റ് റിവീൽ ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ വേറെ തന്നെ ചെയ്യുന്നുണ്ടാവും റിവീൽ. പിന്നെ ഇത് വീഡിയോ അധികം ഷോർട്ടാകാണ്ട് വെച്ചിട്ടാണ് ഞാനൊക്കെ വീഡിയോ ജസ്റ്റ് പിന്നെ ഷോർട്ട്സ് ആക്കുന്നില്ല അല്ലേ ഇത്. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ അധികം ഷോർട്ടാകണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ കുനിഞ്ഞിരിക്കാം. ഷിഫ്റ്റ് ഞെക്കിയാൽ നമ്മൾ കുനിഞ്ഞിരിക്കും. കൺട്രോൾ ഞെക്കിയ സ്പ്രിൻറ്റ്, കൺട്രോള് W കൺട്രോളും ഞെക്കുകയാണെങ്കിൽ സ്വിമ്മിങ് ഇതിൻ്റെ അത് പറഞ്ഞാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. ബാക്കി നമുക്കിവിടെ ഒരു ബ്ലോക്ക് വെക്കണം മുകളിലോട്ടേക്ക്, എന്നിട്ട് ഫുൾ ഒരു ബ്ലോക്ക് മുകളിലോട്ടേക്ക് നമ്മൾ ഉണ്ടാക്കണം. കാരണം നമ്മൾ വീടിന് ഇച്ചിരി ഇതും കൂടി ഉണ്ട് പണി. ഞാൻ ലാൻഡേൺ ആയിരിക്കും നമ്മളെ വീടിനല്ല, ടോർച്ച് നമ്മളെ വീടിന് സുഖം ഉണ്ടാകത്തില്ല. അപ്പം ലാൻഡേൺ വെക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം ലുക്കൊന്നും വരത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രീമിയം ലുക്ക് വരത്തില്ല, പഴയ ഹൈറ്റ് പോലെ തന്നെ ആയിരിക്കും. ഇപ്പോഴും ജസ്റ്റ് ആണെന്ന് ഇവിടെ വെച്ചതേ ഉള്ളൂ, പഴയ ഹൈറ്റ് പോലെ തന്നെ ആയിരിക്കും സെയിം ഇപ്പോഴും വരിക.
ഇനി ഇവിടെ എല്ലാം നമ്മളൊന്ന് നിറയ്ക്കണം. കാരണം അത് സ്ലാബ് ആയതുകൊണ്ടാണ് അതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റാത്തത്. നമുക്കിത് സ്റ്റോൺ ആണെങ്കിൽ എന്തായാലും ഇതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. സീനുണ്ടായിട്ട് ഇതെനിക്ക് തുറക്കേണ്ടി വരും. ഇനി തുറക്കടാ. എന്നാൽ ബെഡിൻ്റെ മുകളിലേക്ക് ചാടാന്ന് വെച്ചാലും ഇതിന് മുകളിൽ വരും. ഓക്കെ, ഒരു സ്റ്റാക്ക് സ്റ്റോൺ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കളക്ട് ചെയ്ത് കളയാം. ആൻഡ് ഇതിവിടെ ഇപ്രാവശ്യം ഇത് വെച്ച് പോകാണ്. പിക്കാക്സ് സ്ഥലത്ത് നിങ്ങൾക്ക് കാണാണ്ട് വളരെ കുറവാണ്. ഇവിടെ ഹൈറ്റ് ശരിക്കും കൂടിയുണ്ട്. 2 ബ്ലോക്ക് കൂടിയ പോലെ തോന്നുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് സാൻഡ് എടുക്കാൻ പോകേണ്ടി വരും. അപ്പോൾ സാൻഡ് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾക്കൊരു പ്രൂഫ് കാണിച്ചാൽ അതാണ് നിങ്ങൾക്കിത് ഞാൻ ക്രിയേറ്റീവിലല്ല കൊണ്ടുവന്നതെങ്കിൽ ഇത് കണ്ടോ, ക്രിയേറ്റീവിൽ ടേൺ ഓഫ് അച്ചീവ്മെൻറ്റ്സ് എന്നാണ് വരുന്നത്. എന്നിട്ട് ഞാൻ ക്രിയേറ്റീവ് പോയില്ല. ക്രിയേറ്റീവ് പോയിട്ടുണ്ടെങ്കിൽ അത് ടേൺ ഓഫ് അച്ചീവ്മെൻറ്റ്സിന് പിന്നെ വരില്ല. കാരണം അച്ചീവ് കൂൾ ഡൗൺ ഇത്രയൊന്നും വേണ്ടേ, ഒരിച്ചിരി കൂടിപ്പോയി. നമ്മളെ വീടിന് ഫുൾ അഥവാ എടാ പൊന്നെ പന്ന ഇവനിത് ഓട്ടോമാറ്റിക്കലി വെക്കുന്ന അതെ കേട്ടോ. ആ വെക്കുന്ന ആ ഒരു ഇത് ഷിഫ്റ്റിൻ്റെ കണ്ടോ. ഇപ്പം നോക്കാം, നമ്മളെ പിക്കാക്സ് പൊട്ടും ഇങ്ങനെ വെക്കുകയാണെങ്കിൽ. ഞാനൊന്നും ചെയ്യില്ല. ഓക്കെ, അതെൻ്റെ ഏറ്റാണ് അതിനകത്ത് കാണിച്ചു. ബാക്കി ഇപ്പം ഇത്രയൊന്നും ചെയ്തതെല്ലാം ഓക്കെ. നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ വഴി ഇറങ്ങാം. നമുക്ക് ഈ പ്ലാങ്ക് പൊട്ടിച്ചുകൊണ്ട് നമുക്ക് ഇറങ്ങാം. ഈ വഴി നമുക്ക് നോക്കണം. അഥവാ നമ്മൾ ഗ്ലാസ് കൂട്ടിയെടുക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഷവലും ഉണ്ട്. ഒരു ഡയമണ്ട് ഷവൽ ഉണ്ടാക്കാം. നമുക്ക് ഒരു ഡയമണ്ട് ഷവൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് നേരെ പോവാം ഇത് എടുക്കാനായിട്ട്, സാൻഡ് എടുക്കാനായിട്ട്. സാൻഡും നമ്മളെ അടുത്ത് തന്നെയാണ്, അധികം ദൂരമൊന്നുമില്ല. അടുത്ത് തന്നെ നമുക്ക് സാൻഡും കിട്ടും. ബാക്കി ഈ ഒരു കോബിൾ സ്റ്റോൺ അങ്ങ് പൊട്ടിച്ചെടുക്കാം. ഇത് ലുക്ക് എന്ന് പറ വീടിന് ഗ്ലാസ് കുറഞ്ഞെന്ന് തോന്നടാ. ഹൈറ്റ് കൂടി അത് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇവിടെ ലാൻഡ് ഓണും പറ്റും കേട്ടോ. ബ്ലോക്ക് ആയതുകൊണ്ട് ലാൻഡ് ഓൺ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആക്കിയിട്ട് ലാൻഡ് ഓൺ വന്നില്ല അവിടെ. അപ്പം ബ്ലോക്കിൽ ലാൻഡ് ഓൺ പറ്റും. ബാക്കി ഇവിടെ വീടിന് എന്നെ ഒരു ബ്ലോക്കും കൂടി ഗ്ലാസ് കൂട്ടേണ്ടി വരും തോന്നുന്നു. ഓക്കെ, എന്നാൽ അതിനായിട്ട് ഷവൽ എടുക്കാം. ഷവൽ എവിടെ? ഷവൽ നമ്മൾ അയൺ ഷവലുണ്ട്, അത് തന്നെ എടുക്കുന്ന. അധികം തീരുന്നില്ലല്ലോ. ബാക്കി എന്നാൽ പിന്നെ നോക്കുന്നത് ഇവനെ ഒന്ന് പറഞ്ഞാൽ എനിക്ക് നീയെല്ലാം വെറൊരു അവൾ ഇതിനുള്ള ഇതെല്ലാം ആയിക്കൊടുക്കണം. മാസങ്ങളായി വരാത്ത അതും എനിക്കും കുറേ ഇതെടുത്ത് സമയം ഉണ്ടാക്കാൻ. സ്റ്റോൺ ഉണ്ടായിരുന്നു, പക്ഷേ സ്റ്റോണിൻ്റെ അല്ല തീന്. എനിക്ക് വന്ന തീനെന്ന് പറഞ്ഞാൽ ആയിരനാറൊക്കെ ഉണ്ടാക്കലാണ്. വേറെ സ്റ്റോണൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇതെല്ലാം പെട്ടെന്ന് കഴിച്ചതാണ്. അയറൺ ആർമർ തീനാണിത്. അയറണില്ലല്ലോ. ഇപ്പോൾ ഒരു സാൻഡ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ സാൻഡ് എടുക്കാൻ വന്നുള്ള ഫീലിൻ്റെ അവിടെ സാൻഡ് എടുക്കുന്നത്. ഞാൻ എപ്പോഴും മറ്റേ കൊടുക്കാൻ എടുക്കുക. ഇവിടെ ക്ലേ കിടക്കുന്നുണ്ട് കുറേ. പിന്നെ ക്ലേൻ്റെ യൂസിൻ്റെ ഒന്നും കിടക്കില്ല. ക്ലേ കൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു ഇത് എടുക്കാൻ ഇത് ക്ലേൻ്റെ ബ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതിലൊക്കെ ഒരു അപ്പിട്ട് ലീക്കി വൈബ്സ് വരാണല്ലോ. നമ്മളിച്ചിരി സമയം എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ രാത്രിയാവും. ഒരു കാര്യം ചെയ്ത് നമുക്ക് നമ്മൾ ഓക്സിജൻ പെട്ടെന്ന് തീരും. ബാക്കി ഇവിടെ ഇച്ചിരി സാൻഡ് എടുക്കുന്നത് ഇതെല്ലാം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറേ സാൻഡ് എടുക്കുന്നുണ്ട്. സാൻഡ് എല്ലാം ഞാൻ വാരി എടുക്കാൻ നോക്കുകയാണ്.
കാരണം നമുക്കൊക്കെ സാൻഡിൻ്റെ ആണ് ഒരു പ്രോബ്ലം. നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടെ സാൻഡ് ഉണ്ട് പിന്നെന്താണ് ചെയ്യുന്നത്? അതല്ല, സാൻഡിൻ്റെ ഇല്ലാത്തതല്ല, സാൻഡ് എടുക്കാനാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്തായാലും 27 സാൻഡ് ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇതുപോലെ വെക്കാം. നമ്മളെ വീട്ടിന് ഗ്ലാസ് കൂട്ടി വെക്കേണ്ടി വരും. അത്രയൊന്നും പോരാ. വലുതായി കഴിഞ്ഞാൽ എത്ര വലിപ്പമുണ്ട്, വീട് എത്ര വലിപ്പമുണ്ട് അതിന് അത്രയും ഗ്ലാസ് വേണം നമ്മളെ വീട്ടിന്. ഇപ്പം എന്താ ഇതുണ്ട്, ഇത് കുറച്ച് കുറവ് ഗ്ലാസ് പോലെ തോന്നും. ഒരു ഇതും കൂടി വെക്കുകയാണെങ്കിൽ, ഗ്ലാസും കൂടി ഇവിടെ വെക്കുകയാണെങ്കിൽ എന്തായാലും പറ്റും. അപ്പോൾ അതിനായിട്ട് എന്തായാലും ഫർണേസിലാകുമ്പോൾ തന്നെ ഇതെല്ലാം സ്മെൽറ്റ് ചെയ്യണം ആദ്യം തന്നെ. അപ്പോൾ അതിനായിട്ട് 24 വുഡൻ ലോഗും ഉണ്ട്, 27 സാൻഡും ഉണ്ട്. അപ്പോൾ അപ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്ന് സ്റ്റോർ ചെയ്തേക്കാം. ഇതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് സ്ലോട്ട് കാലിയുണ്ട്. ഓക്കെ, സോ എടാ ഒരു സ്റ്റാക്ക് ഓൾറെഡി ഉണ്ടായിരുന്നാ. ലീഷും 9 കിടക്കുന്നുണ്ട്, ലെതറും കിടക്കുന്നുണ്ട്, അപ്പോൾ കുറേ സാധനങ്ങൾ കിടക്കുന്നുണ്ട് നമ്മുടെ അടുത്ത്. ബാക്കി ഒരു പിക്കാക്സ് വേണമെന്ന് പറഞ്ഞോളൂ. പിക്കാക്സ് കാരണം നമുക്ക് അവിടുത്തെ കല്ലും പൊട്ടിക്കണം, നമ്മുടെ ഗ്ലാസ്സിലുള്ള സ്പേസും ഉണ്ടാക്കണം. അപ്പം ഇന്ന് കുറച്ച് പണിയുണ്ട്. അപ്പം എല്ലാ പണിയും ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല. ഞാനാകെ ഇത്രേ കാണിക്കണം എന്ന് വെച്ചുള്ളൂ. അപ്പം ബാക്കി എന്തെല്ലാം എന്തായാലും അടുത്ത എപ്പിസോഡിൽ വരിക. ഐ മീൻ ഇപ്പം വീഡിയോ നിർത്തുന്നില്ല, നമ്മൾ ഇച്ചിരി കൂടി ആക്കിയിട്ടാണ് നിർത്താൻ പോകുന്നത്. ബാക്കി ഇത് കഴിഞ്ഞ് എന്തായാലും നല്ല ലുക്കായിരിക്കും നമ്മുടെ വീട്ടിന്. ഇവിടെയെല്ലാം നമ്മൾ ഇങ്ങോട്ട് പൊട്ടിച്ച് കളയാൻ പോവാണ്. കാരണം ഇവിടെ വരാൻ പോകുന്ന ഗ്ലാസ്സാണ്. ഗ്ലാസ് വരുന്നതുകൊണ്ട് ആ സൈഡത്തെ ചില്ലല്ല, അതിൻ്റെ തൊട്ട് മുകളിലത്തെ ബ്ലോക്ക് ചില്ലല്ല ഞാനങ്ങോട്ട് പൊട്ടിച്ച് കളയാം. വീട് നമ്മൾ ഇപ്പോഴത്തെ ഉള്ള പോലെ തന്നെ ഉണ്ടാവും കാണാൻ, വേറെ വ്യത്യാസമൊന്നുമില്ല. അതേ കണ്ടോ, ഇതെല്ലാം ഞാൻ പൊട്ടിച്ച് കളിച്ചിട്ട് ഇവിടെ എനിക്കിത് കളക്ട് ആയിട്ടുണ്ട്. ലാഗ് അടിക്കുന്നുണ്ട്, ലാഗാവുന്നു. ഇതേ ഇവിടെ ഗ്ലാസ് എല്ലാം ഇത് കോബിൾ സ്റ്റോൺ എല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. അതിനായിട്ട് ഇനിയിപ്പോൾ 8 ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 8 ഗ്ലാസ്, 4 എണ്ണം ഇവിടെ, 4 എണ്ണം അപ്പുറത്ത്. ഓക്കെ, അപ്പുറത്തെയും ഇതും കംപ്ലീറ്റ് ആവും. 4 എണ്ണം ഇവിടെ ഇട്ടിട്ടുണ്ട്, ബാക്കി 4 എണ്ണം ഇവിടെ ഉണ്ട്. ഓക്കെ, നാളെ ഈ സൈഡത്തെ കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു ലുക്ക് തന്നെ വരുന്നുണ്ട് ഇത്. അതിന് ശേഷം ബാക്കിയൊന്നും എനിക്കിപ്പോൾ അറിയൂല. ബാക്കിയല്ല അറിയില്ല, നമ്മളിപ്പോൾ എല്ലാം ഓരോന്ന് ചെയ്യുകയാണ്. നമ്മളെ വീടിൻ്റെ സ്പേസ് എല്ലാം മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അടിയിൽ അധികം സ്മൂത്ത് സ്റ്റോൺ ഇട്ടോന്ന് സംശയമുണ്ട്. അപ്പോൾ സ്മൂത്ത് സ്റ്റോൺ എല്ലാം പൊടിച്ചിട്ട് വേണം വേറെ എന്തെങ്കിലും ചെയ്യാൻ. അപ്പം തൽക്കാലം ഇപ്പോൾ കുറേ പണിയെടുക്കുന്നുണ്ട് നമ്മളെ വീടിൻ്റെ മുകളിൽ, ബട്ട് അതെല്ലാം ഓരോന്നായി തീർക്കണം. ബാക്കി ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട്, ഇവിടെ ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഇപ്പം എന്താ നമ്മളെ വീട് ഫുൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് വീടിന് വേണ്ടത്ര ഗ്ലാസ് തന്നെ ഇവിടെ ഇട്ടിട്ടുണ്ട്. വീടിന്ന് പുറത്ത് നോക്കാം. ഇതാണ് ഇപ്പം നമ്മൾ പുറത്തത്തെ വീടിൻ്റെ ലുക്ക്. ആകെ നമ്മൾ ഈ ഒരു സ്ഥലം ഉണ്ടാക്കിയത് നമ്മളെ ഡിഫെൻസ് വോളാണ്. അതുമാത്രമല്ല ഇനിയും പറഞ്ഞില്ല, ഡിഫെൻസ് വോളാണ്. അധികവും ഡേർട്ടെല്ലാം കൂട്ടി പോകില്ല. അപ്പം ഒരു ഡിഫെൻസ് വോൾ അങ്ങോട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം അത്രേ ഉള്ളൂ. അപ്പം എന്തായാലും നമുക്ക് ഇന്നൊന്ന് കടന്നുറങ്ങാം. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 200 to 300 സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ വിചാരിക്കണം എന്തായാലും നടക്കും. നിങ്ങൾ വിചാരിച്ച എന്താണ് കേസ് നടക്കാത്തത്? അപ്പോൾ എന്തായാലും നടക്കും. അപ്പം നിങ്ങളെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് തന്നെ 300 അടിക്കുക. 300 ആയിട്ട് ഞാൻ ഒരു സർപ്രൈസ് റിവീൽ ചെയ്തില്ല, വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്ത് 300 സബ്സ്ക്രൈബേഴ്സ് വരെ എത്തിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും റിവീൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് പുറത്ത് പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയും വീഡിയോയുടെ ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ വീഡിയോ എന്തായാലും ഒരു വ്ളോഗ്സും വരും എൻ്റെ. അപ്പോൾ ഇത്രയും വീഡിയോ റിവീൽ ചെയ്യാനായിരുന്നു നമ്മളെ കണ്ടൻറ്റ്. അപ്പോൾ എന്തായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.